ഗൈസ് ഈ കാണുന്ന എന്റെ വീട്ടിലെ കോഴികളെല്ലാം ഞങ്ങൾ അഴിച്ചു വിട്ട് വളർത്തലാണ് നിങ്ങൾ വിശ്വസിക്കും. ഇനി അയൽവക്കക്കാർക്ക് ശല്യമില്ലാണ്ടും പട്ടി പിടിക്കാണ്ട് നിങ്ങൾക്കും കോഴിനെയൊക്കെ വളർത്താട്ടാ ഗൈസ്. അപ്പൊ ഇതിന് വേണ്ടി ഫസ്റ്റ് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരുകളിൽ നാട്ടാനായിട്ട് 12 അടി ഹൈറ്റുള്ള ഏകദേശം 15 പൈപ്പുകളോളം നമുക്ക് വേണട്ടോ. പക്ഷെ നമുക്ക് പട്ടാളത്തിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുതിയത് വാങ്ങാൻ പോവാട്ടോ. പിന്നെ ഇതിന് വേണ്ടത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വലയാട്ടോ വേണ്ടത്. ഇത് ഏകദേശം 10 അടി ഹൈറ്റ് വരുന്ന വലയാട്ടോ. നമ്മൾ ഏകദേശം 60-70 മീറ്ററോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു വല. ഈ വലയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസാക്കി കെട്ടിയ ഏകദേശം 12 അടിയോളം ഹൈറ്റ് നമുക്ക് കിട്ടും. ഇത് ടൈറ്റ് ആക്കി കെട്ടി കഴിഞ്ഞാൽ 6 അടി ഹൈറ്റ് പോലും വരില്ല ഗൈസ്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലയുടെ ലാസ്റ്റത്തെ കള്ളിയില്ലേ അതിലേക്ക് ഫുള്ള് കയറ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലൊരു കണ്ണി പോലും വിടാണ്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. നമുക്ക് അതിന് വേണ്ടി ഒരു ബംഗാളി നമ്മൾ പണിക്ക് നിർത്തിയായിരുന്നു കേട്ടോ. നമ്മൾ കെട്ടിക്കണ താഴെ കേബിളൊക്കെ കിടക്കുന്ന ടൈ ആണ് നമ്മൾ ഇത് കെട്ടിക്കണത്. പിന്നെ മേലെ നമ്മൾ കയറ് യൂസ് ചെയ്താണ് കേട്ടോ. അപ്പൊ അതുപോലെ ഇതാണ് ഇതുപോലത്തെ കമ്പി നമ്മൾ വളച്ചെടുത്തിട്ട് അത് മണ്ണിലേക്ക് നമ്മൾ അടിച്ചിറക്കിയിരിക്കണം. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോൾ ഒരു പട്ടി വന്നാലും പെട്ടെന്നൊരു കീരിയ എന്ത് വന്നാലും പെട്ടെന്നൊന്നും ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് വലയൊക്കെ നല്ല 10 അടി ഹൈറ്റ് 12 അടി ഹൈറ്റോളം നമ്മൾ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 200ഓളം കോഴീനെ വാങ്ങി വളർത്താനാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും 100 കോഴിയോളം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിനെ അഴിച്ചു വിട്ട് വളർത്താനുള്ള സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നല്ല റിലാക്സ് ആയിട്ട് നടക്കാനുള്ള സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂട്ടിൽ തിക്കി വളർത്താനേക്കാളും ബെറ്റർ ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോളൂ. അതുപോലെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.